ഹായ് സുഹൃത്തുക്കളെ, പല തയ്യൽക്കാരായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യമൊക്കെ തയ്ക്കാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് തീർക്കാൻ പറ്റണില്ല, പെട്ടെന്ന് അത് തയ്ച്ച് തീർക്കാൻ പറ്റണില്ല, സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലൗസ് നമുക്ക് ശരിക്കും നമ്മൾ തയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്ലൗസ്, ഒരു സാധാരണ ബ്ലൗസ് തയ്ക്കാനായിട്ട് നമുക്ക് 20 മിനിറ്റ് സമയം മതി. ഒരു ബ്ലൗസ് തയ്ക്കാൻ 20 മിനിറ്റ് മതി. അത് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഇരട്ടി സമയം വേണമെങ്കിൽ എടുക്കാം. അതായത് 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ലൈനിങ് ബ്ലൗസ് തയ്ച്ച് തീരും. അപ്പോൾ എങ്ങനെയാണ് 20 മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് ആ പണി എങ്ങനെ തീർത്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഐഡിയ പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലൈനിങ് ബ്ലൗസാണ്, ഇത് ലൈനിങ് തുണിയാണ്. ഇതിൻ്റെ താഴെ ഇത് ഒറിജിനൽ പീസാണ്. ബാക്കിൽ ബോട്ടം അടിച്ചു മറിക്കാനുള്ളതാണ് ഈ തുണി. അപ്പോൾ ഞാൻ ഈ വേഗത്തിൽ 20 മിനിറ്റ് കൊണ്ട് ഒരു ബ്ലൗസ് നമുക്ക് തയ്ച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞിരുന്നത്. ഞാൻ ബ്ലൗസ് കട്ട് ചെയ്തപ്പോൾ എല്ലാ പാർട്ടുകളും ഞാൻ കട്ട് ചെയ്തു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിനോടൊപ്പം ഞാൻ എൻ്റെ ഒറിജിനൽ തുണി വെച്ചു. അതിനുശേഷം ഞാൻ ഈ അതിൻ്റെ അടിവശം അകത്തേക്ക് അടിച്ചു മറിക്കാനുള്ള ആ തുണിയും കൂടി ഞാൻ കട്ട് ചെയ്തു. അത് ഞാൻ ഈ ബാക്ക് പീസിൽ വെച്ചു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് ബോക്സിൻ്റെ ലൈനിങ് തുണിയാണിത്. അപ്പോൾ ഫ്രണ്ട് ബോക്സിൻ്റെ ലൈനിങ് തുണി ഇതതിൻ്റെ ഒറിജിനൽ തുണിയും ഇതതിൻ്റെ ലൈനിങ് തുണിയുമാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് തുണി ഒറിജിനൽ പീസിനോടൊപ്പം ഞാനിങ്ങനെ ചേർത്ത് വെച്ചു. കണ്ടോ, ഇത് ലൈനിങ് തുണിയാണ്, ഇതിൻ്റെ അടിയിലുള്ളത് ഒറിജിനൽ തുണിയാണ്. അപ്പോൾ ഒറിജിനൽ തുണി 2 പീസും ലൈനിങ് തുണി 1 പീസും. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ബോക്സ് നമുക്ക് അല്പം കനം വേണം, അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ളതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അല്പം കട്ടിയുള്ള പീസാണ്, അത് നമുക്ക് അതിനകത്തിടാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഒറിജിനൽ തുണി 2 പീസും ലൈനിങ് തുണി 1 പീസും, അതാണ് ഒരു ബോക്സ്. അതുപോലെ തന്നെ മറ്റൊരു ബോക്സ്, ഇതിൻ്റെ ലൈനിങ് തുണിയും ഒറിജിനൽ തുണി. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പീസ്. ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് തുണിയും അതിൻ്റെ ഒറിജിനൽ തുണിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മളിങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ തയ്യൽക്കാരും ഒരു ബ്ലൗസ് അടിക്കുമ്പോൾ ചിലർ ആദ്യം അടിക്കുന്നത് ബാക്ക് പീസായിരിക്കും, ചിലർ ആദ്യം അടിക്കുന്നത് ടക്കായിരിക്കും, ചിലർ ആദ്യം അടിക്കുന്നത് കൈയായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ബ്ലൗസ് അടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓർഡർ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, തുണി ഇങ്ങനെ അടുക്കി വെക്കണം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്നറിയോ, ഞാൻ ആദ്യം കട്ടിങ് പടിയാണ് അടിക്കുന്നത്. അതായത് ഫ്രണ്ട് ബോക്സാണ് ഞാൻ ആദ്യം അടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ, ഈ ലൈനിങ് തുണിയും വെച്ച് അതിൻ്റെ ഒറിജിനൽ തുണിയും വെച്ച് ആ ബോക്സിനുള്ള പീസ് ഞാനിങ്ങനെ അടുക്കി വയ്ക്കും. അപ്പോൾ ഇത് ഒരെണ്ണത്തിനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടാനാട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബോക്സ് അടിച്ചു തുടങ്ങുന്നത് ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് അടിക്കുന്നതെങ്കിൽ, അടുത്ത ബോക്സ് നമ്മൾ അടിക്കുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കായിരിക്കണം. ഞാൻ ആദ്യം അടിച്ചെടുക്കുന്നത് കട്ടിങ് പടിയാണ്. അപ്പോൾ കട്ടിങ് പടി ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ലൈനിങ് തുണി അതിനോടൊപ്പം 2 ഒറിജിനൽ തുണി അങ്ങനെ വയ്ക്കും. അതിനുശേഷം ഞാനിങ്ങനെ
ലൈനിങ് തുണി ഞാൻ വയ്ക്കുന്നത് ഏറ്റവും മുകളിലാണ് കേട്ടോ. ഏറ്റവും മുകളിൽ ലൈനിങ് തുണി വയ്ക്കുന്നു. അതിനുശേഷം അടിച്ച് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അല്ലെങ്കിൽ സ്പീഡിൽ പണി തീർക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ അത് അങ്ങനെ അബദ്ധങ്ങൾ പറ്റി സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, ലൈനിങ് തുണി മുകളിൽ വെച്ചിട്ട് അടിയിൽ 2 തുണി വെച്ച് ഒറിജിനൽ തുണി വെച്ച് നമ്മൾ കട്ടിംഗ് പടിയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് അടിക്കുന്നു. അത് നമ്മൾ പ്രസറിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നില്ല. അത് ആ സ്റ്റിച്ച് അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അടുത്ത ബോക്സ് ഫ്രണ്ട് പടി നമ്മൾ അതിൻ്റെ ഒറിജിനൽ തുണി താഴെ വെച്ചു, അതിൻ്റെ ലൈനിങ് തുണി മുകളിൽ വെച്ചു. അപ്പോൾ ആദ്യത്തെ നമ്മൾ അടിച്ച് അവസാനിപ്പിച്ചത് ഫ്രണ്ടിൽ നിന്ന് അടിച്ച് ബാക്കിൽ അവസാനിപ്പിച്ചു. അതിനോട് ചേർന്ന് നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കട്ടിങ് പടി അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കട്ടിങ് പടി ക്രമമായിട്ട് ഇങ്ങനെ അടുക്കി നമ്മളിങ്ങനെ വയ്ക്കും. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യണത്. രണ്ടാമത് ഞാൻ അടിക്കുന്നത് ബാക്കി പീസാണ്. അപ്പോൾ ബാക്കി പീസ് അടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ലൈനിങ് പീസും ഒറിജിനൽ പീസും ഞാൻ വയ്ക്കും. അതിനുശേഷം ഉള്ളിലേക്ക് അടിച്ചു മറിക്കാനുള്ള തുണിയും വയ്ക്കും. അങ്ങനെ ഞാൻ ഇതും മാറ്റി വയ്ക്കും. അതിനുശേഷം പിന്നെ ഞാൻ അടിക്കുന്നത് കൈയാണ്. അപ്പോൾ കൈ അടിക്കുമ്പോൾ ഒരു ലൈനിങ് തുണിയും ഒരു ഒറിജിനൽ തുണിയും, അതാണ് ഒരു ഒറിജിനൽ തുണിയും ഒരു ലൈനിങ് തുണിയും ഞാൻ ഒരു കൈക്ക് വേണ്ടി വെച്ചു. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് ബോക്സ് അടിച്ചതുപോലെ തന്നെയാണ് കൈ അടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ബോക്സ് അടിച്ചപ്പോൾ നമ്മൾ തുടങ്ങിയ സൈഡിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ അവസാനിപ്പിച്ചു. രണ്ടാമത്തേത് നമ്മൾ അവസാനിപ്പിച്ച സൈഡിൽ നിന്നും തുടങ്ങി, അതായത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിപ്പിച്ചു. രണ്ടാമത്തേത് ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ കൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ലൈനിങ് തുണിയാണ് മുകളിൽ വെച്ച് അടിക്കുന്നതെങ്കിലും ഒറിജിനൽ തുണിയാണ് മുകളിൽ വെച്ച് അടിക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുഴിച്ച് വെട്ടിയത് ഇതാണ് ഫ്രണ്ട് വശം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങി ബാക്കിൽ അവസാനിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കൈ നമ്മൾ അടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കട്ടിങ് പടി അടിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിപ്പിച്ചു ഒരു പടി, രണ്ടാമത്തെ പടി ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ കൈ അടിക്കുമ്പോൾ നമ്മളൊരു കൈ ഫ്രണ്ടിൽ നിന്നാണ് അടിച്ചു തുടങ്ങുന്നതെങ്കിൽ ബാക്കിൽ അവസാനിക്കും. അപ്പോൾ രണ്ടാമത്തെ കൈ നമ്മൾ അടിച്ചു തുടങ്ങുന്നത് ബാക്കിൽ നിന്നായിരിക്കണം. അല്ല നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കൈ അടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിപ്പിക്കണം. ഇതിപ്പോൾ ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ടിൽ നിന്ന് നമ്മൾ തുടങ്ങി ബാക്കിൽ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൈ അടിക്കുമ്പോൾ ഇവിടെ ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിക്കണം. അപ്പോൾ ഞാനങ്ങനെ ആ 2 കൈയും ഞാനിങ്ങനെ അടുക്കി വെച്ചു കേട്ടോ. അതും ഇങ്ങനെ അടുക്കി വെച്ചു. അതിനുശേഷം ഇനി അടിക്കുന്നത് ടക്കാണ്. ഈ ടക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ശരിക്കും എല്ലാ ടക്കുകളും നമ്മൾ ഈ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒറിജിനൽ പീസിൽ മാർക്ക് ചെയ്ത ഒരു ലൈനിങ് പീസ് വയ്ക്കണം. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റേ ഫ്രണ്ട് പീസിൽ മറ്റേ ലൈനിങ് തുണി വയ്ക്കണം. കണ്ടോ, ഒന്നൊന്നിനെ എതിരായിട്ടാണ് വെക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്നൊന്നിനെ എതിരായിട്ടാണ് വെക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് ലൈനിങ് പീസ്, ഇത് ലൈനിങ് പീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ അടിയിൽ നമ്മൾ നൂലിടുമ്പോൾ ഇവിടെ ബാക്കിൽ സൈഡിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലാണ് നമ്മൾ ആ നൂലിട്ടുന്നതെങ്കിൽ അടുത്ത പീസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി സൈഡിൽ അവസാനിപ്പിക്കണം. അല്ല നമ്മളിനി
ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി സൈഡിലാണ് നൂലിട്ട് അവസാനിപ്പിക്കണതെങ്കിൽ രണ്ടാമത്തെ ഫ്രണ്ട് അടിക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടക്കടിക്കാനുള്ള ലൈനിങ് തുണിയും വെച്ച് ഞാൻ ആ ഫ്രണ്ട് പീസും ഞാനിങ്ങനെ ക്രമീകരിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ 2 ഫ്രണ്ട് പീസും ക്രമീകരിച്ചു, 2 കൈ ക്രമീകരിച്ചു, ഒരു ബാക്ക് പീസ് ക്രമീകരിച്ചു, അതിൻ്റെ ഫ്രണ്ട് ബോക്സും ക്രമീകരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഓർഡർ അനുസരിച്ചാണ് അടിക്കണേ. ആദ്യം കട്ടിങ് പടി അടിച്ചു, രണ്ടാമത് ബാക്ക് അടിച്ചു, മൂന്നാമത് കൈ അടിച്ചു, നാലാമത് ഫ്രണ്ട് അടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ക്രമമായിട്ടാണ് അടിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നറിയോ, ഞാനിങ്ങനെ ക്രമമായിട്ട് അടുക്കി വയ്ക്കും. അപ്പോൾ ഫ്രണ്ട് 2ഉം കൈ 2ഉം ബാക്ക് കട്ടിങ് പടി. അപ്പോൾ തുടങ്ങുന്നത് ഏറ്റവും മുകളിൽ വയ്ക്കും. അപ്പോൾ ആദ്യം കട്ടിങ് പടി എടുക്കുന്നു, അതിന് ശേഷം അതടിക്കുന്നു, രണ്ടാമത് ബാക്ക് എടുക്കുന്നു, ബാക്ക് അടിക്കുന്നു, മൂന്നാമത് കൈ എടുക്കുന്നു, കൈ അടിക്കുന്നു, നാലാമത് ഫ്രണ്ട് പീസ് എടുക്കുന്നു, ഫ്രണ്ട് പീസ് അടിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പീസ് അടിക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട് പീസാണ് അടിക്കുന്നത്. ഞാൻ ഫ്രണ്ട് പീസാണ് ലാസ്റ്റ് അടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് അടിക്കുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കട്ടിങ് പടി ജോയിൻ്റ് ചെയ്യും. കട്ടിങ് പടി ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഫ്രണ്ടിൽ ഹുക്കിൻ്റെ പടിയും ഐയുടെ പടിയും നമ്മളിങ്ങനെ പിടിപ്പിക്കും. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ വെട്ടി വെക്കണം. അപ്പോൾ ഹുക്കിൻ്റെ പടിയും ഐയുടെ പടിയും നമ്മൾ വെട്ടി വെക്കണം. അത് നമ്മൾ പ്രത്യേകം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം കഴുത്താണ്. കഴുത്ത് നമ്മൾ പൈപ്പിംഗ് ആണെങ്കിലും ഹെമ്മിങ് ആണെങ്കിലും നമ്മൾ അതിനുള്ള പീസ് നമ്മളിങ്ങനെ ക്രോസിൽ വെട്ടി വെക്കണം. അപ്പോൾ ക്രോസിൽ ഒരു പീസ് ഇച്ചിരി കൂടുതൽ വെട്ടിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ തികയാതെ വരരുത്. തികയാതെ വന്നാൽ പിന്നെ നമ്മൾ തച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി രണ്ടാമത് വെട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് കൂടുതലായാലും കുഴപ്പമില്ല, ഒരു 3-4 പീസ് ഇതുപോലെ ക്രോസിൽ വെട്ടി വെക്കണം. അപ്പോൾ ക്രോസിൽ വെട്ടി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ജോയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കോണോട് കോൺ വെച്ച് വേണം ജോയിൻറ്റ് കൊടുക്കാൻ. അതായത് ഈ ചെരിഞ്ഞ വശം കണ്ടോ, ഈ ചെരിഞ്ഞ വശത്തേക്ക് ഇതിൻ്റെ ചെരിഞ്ഞ വശം വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻറ്റ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ജോയിൻറ്റ് കൊടുത്ത് പൈപ്പിങ്ങോ ഹെമ്മിങ്ങിനോ ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അയിപ്പടിയും ഹുക്കിൻ്റെ പടിയും കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ കഴുത്ത് അടിക്കാനുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാനിവിടെ കട്ട് ചെയ്തിങ്ങനെ ഒരുമിച്ച് വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളത് തയ്യൽ മിഷ്യത്തേലേക്ക് കൊണ്ടുവയ്ക്കാൻ. ഇങ്ങനെ തയ്യൽ മിഷ്യത്തേലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓരോ ഭാഗവും എടുത്ത് തയ്ച്ച് പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് ഒരു നോർമൽ ബ്ലൗസ് അടിച്ചെടുക്കാൻ പറ്റും. ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് 35 മിനിറ്റോ 40 മിനിറ്റോ വേണ്ടി വരും. കാരണം അതിന് നൂലിടണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ചിലർ കൈ ആയിരിക്കും ആദ്യം അടിക്കുന്നത്, ചിലർ ബാക്കായിരിക്കും ആദ്യം അടിക്കുന്നത്, ചിലർ കട്ടിങ് പടി ആയിരിക്കും ആദ്യം അടിക്കുന്നത്, ചിലർ ടക്കായിരിക്കും ആദ്യം ഇടുന്നത്. ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അതിനെല്ലാം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയുമോ, മിഷ്യത്തേലിരിക്കുന്നതിന് മുമ്പ് നിങ്ങളിതെല്ലാം തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ മിഷ്യത്തേലേക്ക് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളങ്ങ് തയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വെറും 20 മിനിറ്റ് കൊണ്ട് ഒരു നോർമൽ ബ്ലൗസ് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്യലിന് സ്പീഡില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീന് സ്പീഡ് ഉണ്ടാവണമെന്നല്ല, അല്ലെങ്കിൽ മെഷീൻ സ്പീഡിൽ വർക്ക് ചെയ്യണമെന്നല്ല ആഗ്രഹം. നാം കൈകൊണ്ട് വർക്ക് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് ആവശ്യം വന്നിരുന്നത് നമ്മുടെ കൈക്കാണ്. നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്യുന്നത് നല്ല സ്പീഡിലാണെങ്കിൽ പെട്ടെന്ന് അത് തീരും. അപ്പോൾ അങ്ങനെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൈകൊണ്ട് സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യമാണ് എല്ലാ പീസുകളും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അവിടെ ഇട്ട് തിരയേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്രമമായിട്ട് നമുക്ക് എടുത്തു വെച്ച് നമുക്കങ്ങനെ അടിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വേഗത്തിലൊരു ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സ്പീഡില്ല അല്ലെങ്കിൽ വേഗത്തിൽ തയ്ച്ച് തീർക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണിത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ വേഗത്തിൽ തയ്ക്കാനായിട്ട് ക്രമീകരിക്കുന്ന കാര്യമാണിത്.
ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പ്രത്യേകം കട്ട് ചെയ്ത് പ്രത്യേകം ഇങ്ങനെ അടുക്കി വയ്ക്കും. എന്നിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് മിഷ്യത്തിലേക്ക് വയ്ക്കും. എന്നിട്ട് മിഷ്യത്തിൽ ഇരുന്നിട്ട് ഒറ്റയടിക്ക് അത് മുഴുവൻ അടിച്ചു തീർക്കും. അങ്ങനെയാണ് ഞാൻ ബ്ലൗസൊക്കെ തയ്ക്കുന്നത്. ബ്ലൗസാണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്യണം. അതിനോട് യോജിപ്പിക്കേണ്ടതെല്ലാം കട്ട് ചെയ്യണം. ചേർത്ത് വയ്ക്കേണ്ടതെല്ലാം കട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കൃപമായിട്ട് അടുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ തയ്യൽ മെഷീനിൽ പോയിരുന്ന് തയ്ക്കുകയാണെങ്കിൽ വെറും 20 മിനിറ്റ് കൊണ്ട് ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ സമയം പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.